ഹലോ ഗൈസ്, ഞാൻ സ്വന്തം MS21 ഞാൻ വന്നിട്ടുള്ള വേറൊന്നുമില്ല. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു ദിവസമൊന്നുമില്ല, കുറേ മാസങ്ങളായി. എനിക്കൊരു ബുദ്ധി ചെയ്യുന്നു വീഡിയോ. ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല, ഇന്ന് മൈൻക്രാഫ്റ്റ് ഒരു സീഡായിട്ടാണ് നിങ്ങളെ സാധാരണ വേറെ ഗെയിമിൻ്റെ ട്യൂട്ടോറിയൽ. ഇന്ന് സീഡാണ്. ഇതിൻ്റെ സീഡൊക്കെ ഞാൻ അവിടെ കൊടുത്തേക്കാം ബാക്ക്ഗ്രൗണ്ടിൽ. എന്താ മൈൻക്രാഫ്റ്റ് കളിച്ച് തുടങ്ങുന്നവർക്കൊക്കെ നല്ലപോലെ കളിച്ചാൽ പറ്റുന്ന സീഡാണ്. ഞാൻ ഇനി നേരക്കളി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പിന്നെ ഞാൻ ഈ ഒരു സീരിയസ് തുടങ്ങുന്നുണ്ട്. ഈ ഒരു സീഡിൽ നമുക്കൊരു സീരിയസ് തുടങ്ങുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നെ. ഞാൻ ഓരോ എപ്പിസോഡായിട്ട് വിടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സീഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ അവിടെ എഴുതി വെച്ചിരുന്നു. ഓക്കെ, കിട്ടി. മറന്നു പോകാതിരിക്കാനാണ് എഴുതി വെച്ചത്. ഞാൻ അവിടെ സീഡ് ബാക്ക്ഗ്രൗണ്ടിൽ വിട്ടേക്കാം. 33, 72, 79, 230, 77, 125, 413. ഇതാണ് നമ്മൾ സീഡ്. ഞാൻ കൊടുത്തേക്കാം. നമുക്ക് കോർഡിനേറ്റ്സ് ഓണൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ സ്പോണിങ് ഏരിയ. നമ്മൾ സ്പോൺ അവിടെ തന്നെ ഒരു വില്ലേജിന് മുമ്പിലാവും. ഇത് പറഞ്ഞ ബിഗിനേഴ്സിനൊക്കെ നല്ലപോലെ കളിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറേ സുഖം. ഇതിലൊരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. തൊയമ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ബ്ലാക്ക് സ്മിത്തിനുള്ളിൽ എന്തൊക്കെ ലൂട്ടെന്ന് വെച്ചാൽ നോക്കാം. ചെസ്റ്റ് ഇതാ. ഓക്കെ, ചെസ്റ്റ് പ്ലേറ്റ് അല്ലാത്ത ബാക്കിയെല്ലാം അയണാർമാറിൻ്റെ ഇതുണ്ട്. എത്ര 1, 2, 6 ബ്രെഡും 5 ആപ്പിളും ഒരു ഗോസാമൊക്കെയാണ്. നിങ്ങൾക്കും ഇത് സീഡെടുക്കുമ്പോൾ ഇതന്നെ ആവും ഇതൊക്കെ ലൂട്ടയോ. നമുക്ക് കുറച്ചും ഇങ്ങോട്ട് വന്നതാ. അവിടെ സ്പോണായ കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ റൂവിൻ്റെ ബോട്ടിൽ കാണാൻ പറ്റും. ഇവിടെ 2 ഗോൾഡ് ബ്ലോക്കൊക്കെ ഉണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെയാണ്. ചെസ്റ്റിനുള്ളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 6 ഗോൾഡൻ ക്യാരറ്റ്, ഒരു ഗോൾഡ് ചെസ്റ്റ് പ്ലേറ്റ് വരാൻ പറ്റും. 2 ഫ്ലിൻ്റ് അൻസിനും ഒരു ഗോൾഡ് ഓയും ഒരു ക്ലോക്കും ഉള്ളത്. നമുക്കൊരു ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിച്ചത്. അതിന് മുമ്പ് നമുക്കൊരു സ്റ്റോൺ വേൾഡ് ഉണ്ട്. പൊസിഷൻ കൊടുത്തേ ഞാൻ അടുത്താപ്പെ കുറിച്ചിട്ട്. ഓക്കെ ഗൈസ്, തന്നെയാണ് പറഞ്ഞ സ്റ്റോൺ വേൾഡ്. ഞാൻ ഇവിടെ പൊസിഷൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലത്താണ് പൊസിഷൻ നോക്കിയാൽ മതി. നേരെ ഒരു കുഴിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോൺ വേൾഡ് കാണാം. ഇവിടെ ആ ഒരു ഫണ്ട് ഉള്ളൂ. അത് നമുക്ക് ബാക്കി 11 വെക്കാം. വലിയ സ്റ്റോൺ റൂമിൽ തൊട്ടടുത്ത് ഇറങ്ങിയിട്ട് ലെഫ്റ്റിലൊക്കെ നമുക്ക് ലൈബ്രറി ആണ്. ഇവിടുത്തെ ചെസ്റ്റ് ഞാൻ തുറന്ന് നോക്കി. അതാ ഇതിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്ഷൻ 4, നോക്ക് ബാക്ക് 2. വോ, അൺബ്രേക്കിംഗ് 3. വോ, ഇത്ര നല്ല. എന്താണ് ഈ നേരത്താ ഇത് നോക്കും. പ്രൊട്ടക്ഷൻ 4 ഒക്കെ ഉണ്ട്. ഇതൊരു ടെംപ്ലേറ്റ് ഇതാ. ഇത് ട്രിം. ഞാൻ കുറച്ച് ബുക്കും പേപ്പറൊക്കെ ഉണ്ട്. ബുക്ക് വേറെ ചെസ്റ്റ് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ ഒന്നും ഇയാന്ന് തോന്നണേ. അതാ ഇതിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്ഷൻ 3, പിയേഴ്സിങ് 3, ലോയൽറ്റി 3, ക്വിക്ക് ചാർജ് 2, ലൂട്ടിങ് 2, ഫയർ പ്രൊട്ടക്ഷൻ 4, ഫെദർ ഫോളിങ് 4, പവർ 4, ചാനലിങ്. ഓഫ്, ഇൻസെയിൻ ബുക്സ്. നിങ്ങൾക്ക് തിരിച്ച് മേലെ പോയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ ഇതാ നെതറിലെ സ്പോണാവണം. നെതറിലെ സോൾസിൻ്റെ വരിയിലാണ്. കുറേ ബലൂണൊക്കെ ഉണ്ട്. പറഞ്ഞിറക്കണേ. ഞങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ പ്രത്യേകത വെച്ചാൽ ഇതിന് ഇങ്ങോട്ട് വന്നിട്ട് ഈ സൈഡിലോട്ട് നേരെ പോയി നമുക്കൊരു ഇവിടെ ബാസ്റ്റിങ് കാണാം. നിങ്ങൾക്ക് കിട്ടിയതിനെ ഒരു പൊസിഷൻ കൊടുക്കുക. അത് നോക്കി വന്നാൽ മതി. അതാണ് ബാസ്റ്റ്യൻ. എൻ്റെ ടീയിലൊക്കെ നല്ല റൂട്ടുണ്ടാവും. ബൂട്ടിനൊക്കെ സൂക്ഷിക്കണം. ഇതാ മറ്റേ സ്ഥലം. ഓക്കെ, നല്ല അത്യാവശ്യം വലിയൊരു ബാസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഇവിടെ നമ്മൾ വന്ന സ്ഥലം. ഇതിൻ്റെ അങ്ങോട്ട് പോയാൽ നമുക്ക് ഇവിടെ ഒരു ഫോട്ടോസ് കാണാൻ പറ്റും.
നമ്മളെ ബയോമെന്ന് നോർമൽ ബയോമെന്നത് തന്നെ ബ്ലേസ് പോണാറാണ് പൊട്ടിച്ച് ആവശ്യം നമുക്ക് ഒരു ബ്ലേസ് പോണ് നിങ്ങൾക്ക് ബ്ലേസ് പൗഡറാണെങ്കിൽ അവിടെ നിൽക്കാം. ചിലർ നമുക്ക് ഗ്ലോ സ്റ്റോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേലൊക്കെ ഒന്നും കയറണ്ട, കുറച്ച് കിടന്ന് അതാ നിൽക്കണം. ഫോട്ടോസിൻ്റെ മേലെ തന്നെ ഗ്ലോ സ്റ്റോൺ അതൊക്കെ വന്നെടുക്കാവുന്നതാണ്. നമുക്ക് തിരിച്ച് ഓവർവേൾഡിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലേസ്. ഇത് സെക്കൻഡ് വില്ലേജ്, വേറൊരു വില്ലേജാണ്. ഈ വില്ലേജിൻ്റെ കോർഡിനേഷനെ കൊടുത്തേക്കാം. ഇതിന് നമുക്ക് അതായത് പ്ലെയിൻസിലാണ് നിൽക്കണേ. ഹേബേൽസ് ഉണ്ട്, അയൺകോളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ക്യാരറ്റ് ഉണ്ട്. അവിടെ ക്യാരറ്റ് ഒന്നുമില്ല, അവിടെ വീറ്റ് മാത്രമേ ഉള്ളൂ കൃഷി ചെയ്യണേ. ഞാൻ ഒരു അതിൽ കഴിച്ചിരുന്നതാണ്. ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഹേബേൽസും ഉണ്ട് കുറേ. നമുക്ക് വില്ലേജിൻ്റെ ഇപ്പുറത്തോട്ട് പോയാലോ ഇതാ ഒരു വീറ്റുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ചങ്ക് ഇതൊന്ന് ലോഡാവട്ടെ ചങ്ക് കണ്ടെടുക്കുക. ഔട്ട് പോസ്റ്റാണ്. ഞാൻ പൊസിഷൻ കൊടുത്തേക്ക് നമുക്ക് കിട്ടിയില്ല. അങ്ങനത്തെ വില്ലേജ് അതാ നമുക്കൊരു ഔട്ട് പോസ്റ്റ് നമുക്ക് അലൈസ് ഇല്ല, ഗോളം മാത്രമേ ഉള്ളൂ. ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാം നോക്കട്ടെ. ഒരു ഹോള്, ഒരു ക്രോസ്ബോ, 8 വീറ്റ്, പിന്നെ 5 കുട്ട്, 3 ബോട്ടിൽ ഓഫ് എൻചാൻഡിങ്. ഇങ്ങനെ ഇതുവരെ ഇനി നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതൊരു വുഡ്ലാൻഡ് മാൻഷനാണ്. ഇങ്ങനെ പൊസിഷൻ ഇവിടെ കൊടുത്തേക്കാം. ഇതൊന്നാ നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം. ഇത് ഡാർക്കൊക്കെ തന്നെയാണ്. ഈ വുഡ്ലാൻഡ് മാൻഷൻ സാധാരണ ഡാർക്ക് ഫോറസ്റ്റിലാണ് ഓണാവുക. എന്തോ അതിന് പിന്നെ മറ്റേ സാധനമോ മറ്റേ കോഴിയുടെ എൻ്റെ ഉള്ളിലത് ഉള്ളിലൊന്നുമില്ല. ഇതൊരു കോഴി. ഇതിൻ്റെ ഇവിടെ എന്തൊക്കെ കാട്ടിച്ചവര് ബെഡൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഞാൻ എക്സ്പ്ലോർ ചെയ്തൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പിന്നെ അത് കുറച്ച് വെള്ളത്തിലൊക്കെയാണ്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇത് നമ്മൾ ലഷ് കേവ് ആണ്. ഇത് പൊസിഷന് നമ്മൾ കൊടുത്തേക്കാം. ഈ ലഷ് കേവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മാൻഷൻ ഉണ്ടോ, ഇവിടെ മാൻഷൻ ലോഡാവേ മാൻഷനൊക്കെ നിൽക്കുമ്പോൾ തൊട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി. ഇതാ ഏതിൽ ഈ മരം ഉണ്ടാവും. ഇത് നമുക്ക് തടിയൊക്കെ കുഴിച്ചാൽ നമുക്ക് കുഴിക്കാം. ഓക്കെ എത്തി. ഇതാണ് നമ്മൾ ലഷ് കേവ്. ഇതവിടെ ചുറ്റിയതറിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മൈൻ ഷാഫ്റ്റ് ഒന്നും പറ്റൂല. അതാണ് നിൽക്കുന്ന മൈൻ ഷാഫ്റ്റ്. ഇത് നമുക്ക് ഈ വേൾഡിലല്ലോ ഞാൻ കണ്ട ഫസ്റ്റ് മൈൻ ഷാഫ്റ്റ്. ഇനി വേറൊരു മൈൻ ഷാഫ്റ്റും കൂടി നമ്മൾ സ്പൂണായവളുണ്ട്, അതിനെ കാണിക്കാൻ വന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഈ മൈൻ ഷാഫ്റ്റ് ലഷ് കേവും കൂടെ ഒപ്പം വന്നതാണ്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ മൈൻ ഷാഫ്റ്റ് കാണിച്ചു തരാം. ചെറിയൊരു ലാഗുണ്ട്, എന്താണെന്നറിയാം. നിങ്ങൾ ശ്രമിക്കണം. ലാഗ് ഞാൻ ഇവിടെ നോക്കട്ടെ. പൊസിഷൻ ഓഫ് ആക്കിയത് ഗൈസ്. ഞാൻ അവിടെ കുഴിച്ചിട്ടുണ്ട് മൈൻ ഷാഫ്റ്റ്. അവിടെയാണ് ഞാൻ പൊസിഷൻ അവിടെ കൊടുത്തേക്കാം. ഇതാണ് മൈൻ ഷാഫ്റ്റ്. വലിപ്പമുള്ളതെന്ന് ചോദിച്ചാൽ ആണ് ചെറുതാണ് ചോദിച്ചാൽ ചെറുത്തു. എന്നിട്ടാണ് പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങി എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇറങ്ങിയതാ. ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ നമുക്കിതാ ഇവിടെ കേവ് സ്പൂണർ കാണാൻ പറ്റും. ഇവിടെ കേവ് സ്പൂണർ മാത്രമേ ഉള്ളൂ ഈ മൈൻ ഷാഫ്റ്റിൽ. ഒട്ടിച്ചു പോയി നോക്കാം. ഇതുണ്ട് ഇവിടെ വന്നത് നമുക്ക് ഫാർമൊക്കെ സെറ്റ് ചെയ്യാം. കേവ് സ്പൂണറിൻ്റെ സൂക്ഷിക്കണം. കേവ് സ്പൂണർ അറ്റാക്ക് ചെയ്ത് നമുക്ക് പോയിസൺ അടിക്കും. മൈൻക്രാഫ്റ്റിലിട്ട നമ്മൾ ഇനി മേലെ തന്നെ പോവാം.
അപ്പോൾ ഗൈസ് ഞാൻ വന്നതോടെ ഇത്രേ ഉള്ളൂ. ഞാനിവിടെ സീരിയസ് ഇവിടെ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓരോ എപ്പിസോഡായിട്ട് ഓരോ ദിവസം ഇടും. പിന്നെ ഞാൻ ഓരോ ഫാമിൻ്റെ ട്യൂട്ടോറിയൽ എങ്ങനെയാണ് അയൺ ഫാം ഉണ്ടാക്കുക, ഇങ്ങനെയാണ് ബ്രീഡർ, ക്യാറ്റ് ഫാർമ്, സൂപ്പർ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാന്നുള്ള വീഡിയോനായിട്ട് ഇടുന്നതായിരിക്കും. എല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.